ഓരോ വർഷവും പതിനായിരക്കണക്കിന് കുട്ടികളാണ് കേരളത്തിൽ നിന്ന് വിദേശ പഠനത്തിനായി നാട് വിട്ടു പോകുന്നത്. നിങ്ങളുടെ കുട്ടികൾ വിദേശത്ത് പോകണമെന്ന് നിങ്ങളോട് പറയുന്നുണ്ടോ? അല്ലെങ്കിൽ കുട്ടികളെ വിദേശത്തോട്ട് അയക്കുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത്. ഓക്കെ, സോ എന്തുകൊണ്ടാണ് ആളുകൾ വിദേശത്തോട്ട് പഠനത്തിന് പോകുന്നത്? വളരെ സിമ്പിളായിട്ട് 3-4 റീസൺസ് നമുക്ക് പറയാൻ സാധിക്കും. ഒന്ന്, കേരളത്തിൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ലഭിക്കുന്നില്ല എന്ന് പറയപ്പെടുന്നു. അതായത് ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും MG യൂണിവേഴ്സിറ്റിയിലും അതേപോലെ കേരള സർവകലാശാലയിലൊക്കെ 25 മുതൽ 35% വരെ സീറ്റുകൾ പല സ്ട്രീംസിലും ഒഴിഞ്ഞു കിടക്കുകയാണെന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. അതായത് കേരളത്തിലെ കോളേജുകളെ വിദ്യാഭ്യാസത്തെ ആളുകൾ ട്രസ്റ്റ് ചെയ്യുന്നില്ല, എന്നാൽ വിദേശത്ത് നല്ല പഠനം ലഭിക്കുന്നുണ്ട് എന്നാണ് ആളുകൾ കരുതുന്നത്. രണ്ടാമത്തെ കാര്യം, പാർട്ട് ടൈം ജോബ്സ് ചെയ്യാൻ അവസരമുണ്ട്. അവരുടെ പഠനത്തിൻ്റെ കൂടെ ഏൺ ചെയ്യാനുള്ളൊരു അവസരമുണ്ട്. അത് പല സ്ഥലങ്ങളിലും പല റെസ്റ്റോറൻറ്റുകളിലും അതേപോലെ തന്നെ മറ്റ് സ്റ്റോറുകളിലും അതേപോലെ ഊബർ ഡ്രൈവറായിട്ടൊക്കെ വർക്ക് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ഏണിംഗ് കൂടി അതിൻ്റെ കൂടെ ലഭിക്കുന്നു എന്നതാണ് രണ്ടാമത് കാണാനുള്ളൊരു കാരണം. മൂന്നാമത്, അവിടെ സ്റ്റേ ബാക്ക് ഓപ്പർച്യൂണിറ്റി, അവിടെ തന്നെ ജോലി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടി വരുന്നു എന്നുള്ളൊരു ചിന്ത. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് അതിനേക്കാളൊരു ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഉള്ള നാട്ടിൽ പോകാം എന്ന് സ്വാഭാവികമായിട്ടും കുട്ടികളും പാരൻസും ഒക്കെ ചിന്തിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് പലപ്പോഴും നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സ്. ഇതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനപ്പുറം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ആക്ച്വൽ ബിസിനസ്സാണ്. ഇവിടെ ഒരുപാട് നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു 2-3 വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ബിസിനസ് എന്താണ്? ഒരു സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസീസ് ആണ് അല്ലേ? ഓരോ നാട്ടിലും 10-15 സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസീസ് നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റും, ആക്ച്വൽ നമ്പേഴ്സ്. കാരണം എന്താ? ഒരു കുട്ടിയെ വിദേശത്തോട്ട് കയറ്റി അയച്ചാൽ ഏകദേശം 3 ലക്ഷം രൂപയാണ് അവർക്ക് കമ്മീഷനായി ലഭിക്കുന്നത് എന്നതാണ് ഇതിനുള്ള റീസൺ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്രത്തോളം വലിയൊരു ബിസിനസ്സാണ് ഇത് എന്നുള്ളത്. ഒരൊറ്റ ഏജൻസിയിൽ നിന്ന് മാത്രം കാനഡയിലോട്ട് 7000 കുട്ടികളാണ് ഒറ്റ ദിവസം പോയതായിട്ട് കഴിഞ്ഞ വർഷം ഒരു പത്രം റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അത്രയധികം കുട്ടികൾ വിദേശത്തോട്ട് പഠനത്തിനായി പോകുന്നു, അത്രയധികം പണം ഇവിടുത്തെ കൺസൾട്ടൻസീസ് ഉണ്ടാക്കുന്നു. ഇനി നമ്മുടെ നാട്ടിലേക്കാളും ബെറ്റർ സ്റ്റഡി ഓപ്പർച്യൂണിറ്റീസ് ആണോ വിദേശത്തുള്ളത് എന്നുള്ളതാണ് ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. സ്വാഭാവികമായിട്ടും എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി ഏറ്റവും ബെസ്റ്റ് ആണോ? ഇത് നമ്മൾ വളരെയധികം ഗൗരവത്തോടെ ആലോചിക്കേണ്ട വിഷയമാണ്. നമ്മളിപ്പോൾ US പോലത്തെ യൂഎസിലെ യൂണിവേഴ്സിറ്റീസൊക്കെ എടുത്ത് നോക്കിയാൽ, ഇപ്പോൾ ഹാർവാർഡോ സ്റ്റാൻഫോർഡോ MITയിലോ ഇത്തരം ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിലോട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കുട്ടികൾ പഠനത്തിന് പോകുന്നുണ്ടോ? വളരെ കുറവാണ് എന്ന് കാണാൻ സാധിക്കും. കാരണം നമ്മുടെ നാട്ടിലെ ഒരു വിദേശ കൺസൾട്ടൻസികൾക്കും ഒരു സ്റ്റഡി അബ്രോഡ് ഏജൻസികൾക്കും ഇത്തരം സ്ഥാപനങ്ങളിൽ കുട്ടികൾക്ക് അഡ്മിഷൻ വാങ്ങിക്കൊടുക്കാൻ സാധിക്കില്ല. ഞാൻ വെല്ലുവിളിക്കുന്നു. ആർക്കെങ്കിലും സാധിക്കോ? ആർക്കും സാധിക്കില്ല. അതിന് കൃത്യമായിട്ടുള്ള അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ട്. SAT അല്ലെങ്കിൽ ACT പോലത്തെ എക്സാംസ് എഴുതണം. നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ കോ കരിക്കുലർ ആക്ടിവിറ്റീസിൽ നമ്മുടെ ഒരു പെർഫോമൻസ് അവിടെ വിലയിരുത്തപ്പെടും. നമ്മുടെ മറ്റ് പരീക്ഷയിലെ മറ്റ് മാർക്കുകളൊക്കെ വിലയിരുത്തപ്പെടും. അതുകൊണ്ട് തന്നെ അത്തരം ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസിൽ, ഐവി ലീഗ് യൂണിവേഴ്സിറ്റികളിൽ പോയി UG പഠിക്കുക എന്നുള്ളത് ഇവിടുന്ന് ഓൾമോസ്റ്റ് ഇംപ്രാക്ടിക്കലാണ് എന്ന് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ വിദേശ പഠന ഏജൻസികൾ പറയാത്തൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഏത് തരം യൂണിവേഴ്സിറ്റികളിലോട്ടാണ് നമ്മുടെ കുട്ടികൾ പോകുന്നത്? വളരെ ചുരുക്കം പേരൊഴികെ എല്ലാവരും പോകുന്നത് ഒരു 3rd ടയർ 4th ടയർ കോളേജുകളിലോട്ടാണ്. അതായത് ആ നാട്ടിലെ UK-യിലെ US-ലെ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലെ ഒരു 3-ാം കിട 4-ാം കിട യൂണിവേഴ്സിറ്റികളിലോട്ടാണ് ഭൂരിഭാഗം ആളുകളും പോകുന്നത്. ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കല്ല. ഭൂരിഭാഗം എന്നുള്ളത് മേ ബി ഒരു 90% എബോ എന്നുള്ളത് ഞാൻ വളരെ കോൺഷ്യസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. ഇത് ആർക്കും ചാലഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്തരം യൂണിവേഴ്സിറ്റികളോട്ട് പല ആളുകൾ എഴുതി കണ്ടു, പലപ്പോഴും ഒരു അഡ്രസ്സ് ഇല്ലാത്ത അല്ലെങ്കിൽ അവിടുത്തെ ഒരു കമ്മ്യൂണിറ്റി കോളേജ് ലെവലിലുള്ള വളരെ ചെറിയ സ്ഥലങ്ങളിലോട്ടാണ് പല ആളുകളും പോകുന്നത്. അപ്പോൾ വിദേശത്ത് പോകുമ്പോൾ അതെന്തോ വലിയ കാര്യം എന്നുള്ള നിലക്ക് നമ്മൾ എടുക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നമ്മൾ പോകുന്ന തീർച്ചയായും ഇതിന് വിടുന്ന രക്ഷിതാക്കൾ അവർ പോകുന്ന യൂണിവേഴ്സിറ്റികൾ അത്രത്തോളം നല്ലതാണ് എന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കേണ്ടതുണ്ട്. അതിനൊരിക്കലും നിങ്ങളൊരു കൺസൾട്ടൻസിനെ അല്ലെങ്കിൽ ഏജൻസിയെ നിങ്ങൾ വിശ്വസിക്കരുത്. ഓക്കെ, നിങ്ങൾ ഓൺലൈനായിട്ടും മറ്റും അതിൻ്റെ റിവ്യൂസ് മറ്റു കാര്യങ്ങളൊക്കെ വായിക്കുക. കഴിയുമെന്നുണ്ടെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ആളുകളെ ബന്ധപ്പെടുക, അവിടെ പഠിക്കുന്ന ആളുകളല്ല. കാരണം പഠിക്കുന്ന ആളുകൾ അതിൽ പെട്ടുപോയ ആളുകളാണ്. അവരുടെ ഒപ്പീനിയൻ തീർച്ചയായും ബയസ്ഡ് ആയിരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. അവിടെ പഠിക്കുന്ന ആളുകളെ കോണ്ടാക്ട് ചെയ്തിട്ട് അവിടെ ജോലി ചെയ്യുന്ന ആളുകളെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കുക എന്നുള്ളതാണ് പാരൻസിന് ചെയ്യാവുന്ന ഒന്നാമത്തെ കാര്യം. ഓക്കെ, രണ്ടാമത് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് ആളുകൾക്ക് പാർട്ട് ടൈം ആയിട്ട് ജോബ് കിട്ടും എന്നുള്ളതാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. കാരണം പാർട്ട് ടൈം ആയി ജോബ് ചെയ്യാനുള്ള അവസരമുണ്ട്. പക്ഷേ പലപ്പോഴും ആ ജോബുകൾ എന്നുള്ളത് നമ്മുടെ ഒരു എസെൻഷ്യൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന ജോബുകളൊന്നും ആവില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഏറ്റവും കൂടുതൽ ആളുകൾ എസ്പെഷ്യലി UK പോലുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നത് ജെറിയാട്രിക്സിലാണ്. ജെറിയാട്രിക്സ് എന്ന് പറഞ്ഞാൽ പ്രായമായ ആളുകളെ ടേക്ക് കെയർ ചെയ്യുന്ന കെയർ ഹോംസ് പോലത്തെ സ്ഥലങ്ങളിലാണ് കൂടുതൽ ആളുകളും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ റെസ്റ്റോറൻറ്റ്സ്, ഊബർ ഡ്രൈവേഴ്സ്, മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വർക്ക്
ചെയ്യുന്ന ആളുകളുണ്ട്. ഇത് എസെൻഷ്യലി ഒരു കുട്ടിയുടെ ഒരു ഏർണിംഗ് കേപ്പബിലിറ്റി ഉണ്ടാവുക എന്നുള്ളത് തീർച്ചയായും നല്ല കാര്യമാണെങ്കിലും ഒരാളുടെ ഒരു സ്കിൽ സെറ്റിനെ ഭയങ്കരമായിട്ട് വികസിപ്പിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് മേ ബി എക്സെപ്റ്റ് ഫോർ സോഫ്റ്റ് സ്കിൽസ്. ഓക്കെ, അപ്പോൾ ഇത് എത്രത്തോളം നിങ്ങളുടെ കുട്ടിക്ക് സാധിക്കും, അത്ര ഒരു എൻവയോൺമെൻറ്റ് നിങ്ങളുടെ കുട്ടിക്ക് കൺഡ്യൂസീവ് ആണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്, നിങ്ങൾ എടുക്കേണ്ട ഡിസിഷനാണ്. മൂന്നാമത്തെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ സ്റ്റേ ബാക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ്. ഇത് എസ്പെഷ്യലി ഗവൺമെൻറ് റെഗുലേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓരോ രാജ്യത്തിനും ഓരോ നിയമങ്ങളുണ്ടാവും. കഴിഞ്ഞ വർഷങ്ങൾ വരെ UK ഒരുപാട് ജോബ് ഫോഴ്സിന് ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ഒരുപാട് ആളുകളെ സ്റ്റേ ബാക്ക് അതിന് അവസരം കൊടുത്തിരുന്നു. ഇപ്പോൾ അതിനുള്ള അവസരങ്ങൾ അവർ നിർത്തി. കാനഡയിലും ഇതേ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഏത് കാര്യത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ കൂടുതൽ ആളുകൾ സ്വാഭാവികമായിട്ടും വിദേശത്ത് പോകുമ്പോൾ അവിടെ ഒരു ലിമിറ്റ് ഉണ്ടാവും, അവിടെ ഒരു കൺട്രോൾ വെക്കും. അപ്പോൾ ഇത്തരം കൺട്രോൾസ് ഇപ്പോൾ രാജ്യങ്ങളിലൊക്കെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അവിടെ സ്റ്റേ ബാക്കിനുള്ള ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ് റെഗുലേഷൻസിനെ, കാനഡ ആവട്ടെ UK ആവട്ടെ മറ്റേത് രാജ്യങ്ങളാവട്ടെ, ആ റെഗുലേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇത്തരം റെഗുലേഷൻസ് ഈ രാജ്യങ്ങളിൽ വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. ഇതൊരിക്കലും നിങ്ങൾക്ക് ഒരു കൺസൾട്ടൻസീസോ അല്ലെങ്കിൽ ഏജൻസീസോ നിങ്ങൾ ഇതിനെക്കുറിച്ച് അവെയർ ആക്കിക്കൊള്ളണം എന്നില്ല. അവരെപ്പോഴും പോസിറ്റീവായിട്ടായിരിക്കും പറയുക. കാരണം നമ്മുടെ പണമാണ്, നമ്മുടെ കുട്ടിയുടെ ഭാവിയാണ്, നമ്മൾ തന്നെ അത്തരം കാര്യങ്ങൾ ചിന്തിക്കും എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ഉറപ്പുവരുത്തുക. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഇവിടെ പഠിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ മേ ബി 30 or 40 lakhs രൂപ ലോൺ എടുത്തിട്ടാണ് പല ആൾക്കാരും പോകുന്നത്. വലിയ ഭീമമായ തുക ലോൺ എടുത്തിട്ടാണ് പോകുന്നത്. ഈ സ്റ്റേ ബാക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആരാണ് ഈ പണം തിരിച്ചടക്കുക? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇന്ത്യയിൽ വന്നിട്ട് എത്ര കാലം ജോലി ചെയ്താലാണ് അത്ര ഒരു എമൗണ്ട് ഓഫ് പൈസ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുക? നിങ്ങളുടെ ഡിഗ്രികൾ എത്രത്തോളം ഇന്ത്യയിലെ കമ്പനികൾ അവർ പരിഗണിക്കും, അല്ലെങ്കിൽ എത്രത്തോളം വാലിഡ് ആണ് അല്ലേ? ഇതൊക്കെ നമ്മൾ വളരെ മുൻകൂട്ടി നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട പോയിന്റ്സ് ആണ്. അതേപോലെ തന്നെ ഈ ലോണ് തിരിച്ചടച്ചില്ലെങ്കിൽ എന്താണ്, നമ്മുടെ എന്ത് കൊളാട്രൽ വെച്ചിട്ടാണ് ലോൺ എടുക്കുന്നത്, നമ്മുടെ സ്വത്തിനോ നമ്മുടെ മറ്റ് അസറ്റ്സിനോ എന്താണ് സംഭവിക്കുക? അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണയില്ലാതെ വലിയ ഭീമമായ ലോൺ എടുത്ത് നമ്മൾ വിദേശത്തോട്ട് പോകരുത്. ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ, നമ്മൾ പോകുന്ന കോളേജിനെ കുറിച്ച്, അവിടെയുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച്, അവിടുത്തെ ഗവൺമെൻറ് റെഗുലേഷൻസിനെ കുറിച്ചൊക്കെ കൃത്യമായ ധാരണ വാങ്ങിയിട്ട് മാത്രം വേണം നമ്മൾ അങ്ങോട്ട് പോകാൻ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ പലപ്പോഴും ഉള്ള ഒരു ധാരണ, എനിക്ക് ലാസ്റ്റായിട്ട് പറയാനുള്ളത്, നമ്മുടെ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി കുറവാണ്, അല്ലെങ്കിൽ കേരളത്തിലെ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി കുറവാണ് എന്നുള്ളതാണ്. പക്ഷേ ബട്ട് സ്പീക്കിംഗ്, ആർക്കാണ് ഈ ക്വാളിറ്റി കുറവുള്ള എഡ്യൂക്കേഷൻ കേരളത്തിൽ ലഭിക്കുന്നത്? കേരളത്തിൽ ഒരുപാട് നല്ല അടിപൊളി കോളേജുകളുണ്ട്. ഇപ്പോൾ മെഡിസിൻ എടുക്കുകയാണെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജോ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് പോലുള്ള സ്ഥാപനങ്ങളുണ്ട്. ടെക്നോളജി സ്ഥാപനങ്ങൾ എടുക്കുകയാണെങ്കിൽ കാലിക്കറ്റ് NIT ഉണ്ട്, ട്രിവാൻഡ്രം CET ഉണ്ട്, അതേപോലെ തന്നെ കുസാറ്റ് ഉണ്ട്, നമുക്ക് TKM എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. ഇങ്ങനത്തെ ഒരുപാട് കോളേജസ് ഉണ്ട്. ഓക്കെ, ഇനി ഈവൻ നമ്മൾ ഒരു ഡിഗ്രി കോളേജസ് എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ചുറ്റും തന്നെ, ഇപ്പോൾ ഞാൻ കോഴിക്കോടാണ്, ഇവിടെ ഫറൂഖ് കോളേജ് ഉണ്ട്, ദേവഗിരി കോളേജ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് സൗത്തിലോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കോളേജുകൾ കാണാൻ സാധിക്കും. ഇനി നമ്മുടെ ഇന്ത്യക്ക് കേരളത്തിന് പുറത്തോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഡൽഹി യൂണിവേഴ്സിറ്റി, JNU പോലെയുള്ള അടിപൊളി യൂണിവേഴ്സിറ്റികളുണ്ട്. ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഓൾമോസ്റ്റ് ഫ്രീ ആയി നമുക്ക് പഠിക്കാൻ സാധിക്കും. സയൻസ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ISRകളുണ്ട്, IAS ഉണ്ട്, IITകളുണ്ട്, NITകളുണ്ട്, എയിംസ് ഉണ്ട്. എയിംസിൽ 6000 രൂപയ്ക്ക് ഡോക്ടറാവാൻ സാധിക്കും. ജിപ്മറിൽ ഇതേപോലെ 6000 രൂപയ്ക്ക് ഡോക്ടറാവാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികൾ, ബിസിനസ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിനാണെങ്കിൽ IIMs ഉണ്ട്. IIMs ആർ കോസ്റ്റ്ലി ബട്ട് സ്റ്റിൽ കമ്പയറിംഗ് ടു വാട്ട് എവർ ഫീ എന്താണ് ഒരു അബ്രോഡ് യൂണിവേഴ്സിറ്റിയിൽ പേ ചെയ്യുന്ന നോക്കുമ്പോൾ IIMലെ ഫീ കുറവാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്ലിത്തോറ ഓഫ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇവിടെ എന്താ പ്രശ്നം? നമുക്ക് കൃത്യമായ പ്ലാനിങ് ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കുട്ടികളുടെ പഠനത്തെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങുന്നത്, അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ടാണ് ആലോചിച്ച് തുടങ്ങുന്നത് എന്നതാണ് പ്രശ്നം. നമ്മൾ കേവലം ട്രെൻഡിനൊപ്പം പോകുന്ന ആളുകളായി മാറുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഓക്കെ, അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് ഈ വിഷയത്തിൽ ലഭിക്കേണ്ടതുണ്ട്. ഈ ഒരുപാട് ആൾക്കാരെന്നെ ഇതിനെ സംബന്ധിച്ച് കാര്യങ്ങൾ ചോദിച്ച് വിളിക്കാറുണ്ട്. നമ്മൾ ഒരു വെബിനാർ സംഘടിപ്പിക്കുകയാണ് കുട്ടികളുടെ കരിയറുമായി ബന്ധപ്പെടുത്തി, എങ്ങനെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് കുട്ടികളുടെ കരിയർ പ്ലാൻ ചെയ്യാം, ഏറ്റവും ബെസ്റ്റ് സ്ഥലങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേഷൻ കിട്ടുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാം എന്നുള്ളൊരു വെബിനാർ നമ്മൾ പാരൻസിനായിട്ട് എക്സ്ക്ലൂസീവായിട്ട് സംഘടിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് 1-to-1 ആയിട്ട് എന്നോട് സംസാരിക്കാനും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് സ്റ്റഡി അബ്രോഡ്, അതേപോലെ ഇന്ത്യയിലെ സ്ഥാപനങ്ങൾ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഓപ്പൺലി ഡിസ്കസ് ചെയ്യാനുള്ളൊരു വേദിയാണ്. അപ്പോൾ ഈ 27th ശനിയാഴ്ച രാത്രി 7 മണിക്കാണ് നമ്മുടെ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ വെബിനാറിന് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുക. അതോടൊപ്പം ഈ ഒരു ആവശ്യമുള്ള ഒരുപാട് പാരൻസ് ഉണ്ടാവുമല്ലോ, അവരിലോട്ട് നിങ്ങൾ ഈ മെസ്സേജ് ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് മാത്രം. ഇതിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ വരും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. തീർച്ചയായും ആ വിമർശനങ്ങളെ ഞാൻ പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്യും. അതിൽ എൻ്റെ അഭിപ്രായം മാറ്റേണ്ടതുണ്ടെങ്കിൽ മാറ്റുകയും ചെയ്യും. പക്ഷേ നിങ്ങളുടെ വിമർശനങ്ങളിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ ഇടാൻ മറക്കണ്ട. ഓക്കെ, മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.